ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാനെജു ടോക്സ്. ക്ലോസ് സ്ട്രക്ചറിനനുസരിച്ച് സെൻറ്റൻസുകളെ നമ്മൾ പല തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ക്ലോസ്? ഒക്കെ ശരിക്കും ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് തന്നെയാണ്, പക്ഷെ അതൊരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ക്ലോസ് എന്ന് വിളിക്കുന്നത്. അത് തനിയെ നിൽക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒരു ക്ലോസിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നെയാണ് ക്ലോസ് എന്ന് പറയുന്നത്. അതിനകത്തൊരു സബ്ജക്റ്റും അതുപോലെ തന്നെ ഒരു ഫൈനൈറ്റ് വേർബും ഉണ്ടാവും. ഫൈനൈറ്റ് വേർബ് എന്ന് പറയുമ്പോൾ ഈ സിംഗുലർ, പ്ലൂരൽ, പ്രസന്റ്, പാസ്റ്റ് ഈ രൂപങ്ങൾ മാറുന്ന തരത്തിലുള്ള വേർബുകളെയാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റും വേർബും ഉള്ളതിനെ നമ്മൾ ക്ലോസ് എന്ന് പറയും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെൻറ്റൻസിനെ നമുക്ക് നോർമലി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതിൽ ഒന്നാമത്തെ ഭാഗം സബ്ജക്റ്റും രണ്ടാമത്തെ ഭാഗം പ്രെഡിക്കേറ്റുമാണ്. ഹൂ, വോട്ട് എന്നീ ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഭാഗമാണ് സബ്ജക്റ്റ്. എന്നാൽ ആ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന ഭാഗമാണ് പ്രെഡിക്കേറ്റിലുള്ളത്. Now let's see a few examples. ഇതൊരു സെന്റൻസ് ആണ്. ഇതിനകത്ത് ഒരൊറ്റ ക്ലോസ് മാത്രമേ ഉള്ളൂ. കാരണം രവി സബ്ജക്റ്റ്, ടീച്ചേഴ്സ് ഹിന്ദി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്. അപ്പോൾ സബ്ജക്റ്റ് രവിയും ടീച്ചേഴ്സ് എന്നുള്ളത് വേർബുമാണ്. നിഖിൽ ബോട്ട് എ കാർ. നിഖിൽ സബ്ജക്റ്റ്, ബോട്ട് എ കാർ പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇതിൽ ബോട്ട് എന്നുള്ളതാണ് വേർബ്. സതീഷ് സെലിബ്രേറ്റഡ് ഹിസ് ബർത്ത്ഡേ. Another example. Here subject Satish celebrated his birthday, predicate. Here celebrated verb. When Satish celebrated his birthday, he had a party for his friends. ഇതിൽ ആദ്യ ഭാഗത്ത് സതീഷ് സെലിബ്രേറ്റഡ് ഹിസ് ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ളത് കൊണ്ട് ഇതിനെ ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ഹിയർ ഹി ഹാഡ് എ പാർട്ടി ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് ഉണ്ട്, ഹാഡ് എ പാർട്ടി ഫോർ ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു ക്ലോസ് എന്ന് വിളിക്കാം. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാം, ആൻഡ് ദേ ഗ്രീറ്റഡ് ഹിം. അപ്പൊ ഇവിടെ വീണ്ടും ഒരു സബ്ജക്റ്റും ഒരു വേർബും വന്നു. അപ്പൊ അങ്ങനെ ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലെ ക്ലോസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഒരു ക്ലോസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു സെന്റൻസ് ആണ്. ഒന്നിലധികം ക്ലോസുകൾ ചേർന്ന് സെന്റൻസുകൾ ഉണ്ടായാൽ അതിൽ ഓരോ ഭാഗത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ് എന്ന്. ക്ലോസുകളെ പ്രധാനമായിട്ടും രണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രിൻസിപ്പൽ ക്ലോസ് അഥവാ മെയിൻ ക്ലോസ്, അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ്. ദെൻ സബോർഡിനേറ്റ് ക്ലോസ് ഓർ ഡിപെൻഡന്റ് ക്ലോസ്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, അല്ലെ, അവിടുത്തെ മെയിൻ ആളാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസ് ആണ്, മെയിൻ ആണ്. പ്രിൻസിപ്പൾ ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെ, പ്രിൻസിപ്പളിന് മുകളിൽ അവിടെ ആരുമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആണ്. ഇനി പ്രിൻസിപ്പളിന് കീഴിൽ വരുന്നവർ സബോർഡിനേറ്റ് ക്ലോസ് ആണ്, അവർ ഡിപെൻഡന്റ് ആണ്. ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പളിനെ ഡിപെൻഡ് ചെയ്ത് കഴിയുന്നവരാണ് അവർ. എന്താണ് പ്രിൻസിപ്പൽ ക്ലോസ്? ഹാസ് ഇറ്റ്സ് ഓൺ എക്സിസ്റ്റൻസ്, അതായത് സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയുന്നതാണ്. രണ്ട് പ്രിൻസിപ്പൽ ക്ലോസുകളെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റ്സ് എന്നറിയപ്പെടുന്ന കണക്റ്റിംഗ് വേർഡുകളാണ്. അതായത് ആൻഡ്, ബട്ട്, സോ, യെറ്റ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ദേ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഇതൊരു പ്രിൻസിപ്പൽ ക്ലോസ് ആണ്. അതായത് ഒരൊറ്റ ക്ലോസ് മാത്രമേ ഉള്ളൂ, അത് പ്രിൻസിപ്പൽ ക്ലോസ് ആണ്. ഹി സ്റ്റഡീഡ് വെൽ ബട്ട് ഫെയിൽഡ് ഇൻ ദി എക്സാം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ബട്ട് ഉപയോഗിച്ചിട്ട് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ്, ഇത് വേറൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഷീ ടുക്ക് എ ചോക്ലേറ്റ് ആൻഡ് ഹി പെയ്ഡ് ദ ബിൽ. ഇവിടെ നമുക്ക് ഷീ ടുക്ക് എ ചോക്ലേറ്റ് ഒരു പ്രിൻസിപ്പൽ ക്ലോസ്, ഹി പെയ്ഡ് ദ ബിൽ അനദർ പ്രിൻസിപ്പൽ ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഡിപെൻഡന്റ് ക്ലോസ് ആണ്. അതായത് കനോട്ട് എക്സിസ്റ്റ് ഇറ്റ് സെൽഫ്, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ജോയിൻഡ് യൂസിങ് സബോർഡിനേറ്റേഴ്സ്. സബോർഡിനേറ്റേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇതാണ് സബോർഡിനേറ്റേഴ്സ്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ വെൻ ഐ സോ ഹിം എന്നുള്ളത് ഡിപെൻഡന്റ് ആണ്. കാരണം ഹി കോറൽഡ് വിത്ത് മീ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെൻ ഐ സോ ഹിം എന്നുള്ളത് നിൽക്കുന്നത്. ഞാൻ അവനെ കണ്ടപ്പോൾ, ഈ വെൻ എന്നുള്ളതിന്റെ മീനിങ് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കും. ഈ ക്രൈഡ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ബിക്കോസ് കൊണ്ട് തുടങ്ങുന്ന ഭാഗം. ഇവിടെ നോക്കൂ, ഹി സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിച്ചു, പരീക്ഷയ്ക്ക് തോറ്റു. ഈ ബട്ട് എന്നുള്ളതിന്റെ മീനിങ് അവിടെ ഇതിന് കൂടെ ചേർത്ത് പറയുന്നില്ല. എന്നാൽ ഇവിടെ വെന്നിന്റെ മീനിങ് ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്.
ഷീ ടുക്ക് എ ചോക്ലേറ്റ്, അവളൊരു ചോക്ലേറ്റ് എടുത്തു, അവൻ ബില്ല് കൊടുത്തു. ഇവിടെ ആൻഡിന്റെ മീനിങ് നമ്മൾ ഇതിനോട് രണ്ടിനോടും ചേർത്ത് പറയുന്നില്ല. ഈ ക്രൈഡ്, അവൻ കരഞ്ഞു കാരണം അവന്റെ പണം നഷ്ടപ്പെട്ടു. ഈ കാരണം എന്നുള്ളത് രണ്ടാമത്തെ ഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചതിന്റെ മീനിങ് ഏതെങ്കിലും ഒരു ഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ ആ ഭാഗത്തെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നും ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും പറയും.